ഗുഡ് മോർണിംഗ്. നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സിൻ്റെ ഓരോ കാര്യങ്ങളായിരുന്നു പറഞ്ഞ് കൊണ്ടിരുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റേഞ്ചിനെ കുറിച്ചായിരുന്നു. റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും റേഞ്ച് കോഎഫിഷ്യൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും എല്ലാ ഡാറ്റയ്ക്കും ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയ്ക്കും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. ഒബ്സർവേഷൻസ് മാത്രം തരാം, ഒബ്സർവേഷൻസും ഫ്രീക്വൻസിയും തരാം, ക്ലാസ്സും ഫ്രീക്വൻസിയും തരാം, ക്ലാസ്സിൽ തന്നെ കണ്ടിന്യൂസ് അല്ലാത്ത ക്ലാസ് തരാം. ഇതെല്ലാം നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷനാണ്. അതും ഒരു മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്ഷനാണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ വളരെ സിമ്പിളാണ്. ക്വാർട്ടൈൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കണ്ടുപിടിക്കുന്നതിനാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഡെഫിനേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഹാഫ് ഓഫ് ദി ഡിഫറൻസ്. ഏതൊരു ഡിഫറൻസിൻ്റെ ഹാഫാണ്. ആ ഡിഫറൻസ് എന്താണ്? ബിറ്റ്വീൻ ദി ഫസ്റ്റ് ആൻഡ് ദി തേർഡ് ക്വാർട്ടൈൽ. ഫസ്റ്റ് ക്വാർട്ടൈൽ ആൻഡ് തേർഡ് ക്വാർട്ടൈൽ പറഞ്ഞാൽ Q3. നമുക്കറിയുന്നതാണല്ലോ, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്വാർട്ടൈൽസ് എന്നുള്ള ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. Q3 തേർഡ് ക്വാർട്ടൈലാണ്, Q1 ഫസ്റ്റ് ക്വാർട്ടൈലാണ്. രണ്ടും തമ്മിൽ ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. വളരെ സിമ്പിൾ ഇക്വേഷനാണ്. ഇനി നമ്മൾ എമോങ് ദി ക്വാർട്ടൈൽസ് Q1, Q2, Q3 ഒക്കെ ക്വാർട്ടൈൽസാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. റേഞ്ച് എന്ന് പറഞ്ഞത് എന്താണ്? Q3 - Q1 നേരത്തെ നമ്മളത് ചെയ്തത് അങ്ങനെയാണ് അല്ലേ. ക്വാർട്ടൈൽസ് Q3 - Q1 എന്താണ്? റേഞ്ചാണ്. അതുപോലെ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ഈസ് Q3, Q1 ആൻഡ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q3 - Q1 ആൻഡ് Q3 - Q1/2 ഈസ് ദി സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഇതെല്ലാം അതിന് പറയുന്നതാണ്. സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നെല്ലാം പറയും. ഇപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നാണ് നമ്മളിതിന് പറഞ്ഞതെങ്കിലും ഈ Q3 - Q1 റേഞ്ച് എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിലും Q3 - Q1/2 ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നാണ് പറഞ്ഞതെങ്കിലും ഇത് രണ്ടിനും വേറെ 2 പേരുകൾ കൂടിയുണ്ട്. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചും സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചും. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്ന് ഇവിടെ പഠിച്ചു. Q3 - Q1/2 ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ കോഎഫിഷ്യൻറ്റും ചോദിക്കും. അപ്പം കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മുകളിൽ Q3 - Q1 ചെയ്യുക, താഴെ Q3 + Q1 ചെയ്യുക അല്ലേ. അതാണ് ക്വാർട്ടൈൽ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്പേഴ്സൺ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പ്രോബ്ലത്തിനും ഇതെങ്ങനെ അപ്ലൈ ചെയ്യും എന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ. തന്നിരിക്കുന്ന ഡാറ്റ അല്ലേ, എത്ര വാല്യൂസ് തന്നിട്ടുണ്ട്? 10 വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ ഡയറക്റ്റ് അതിലോട്ട് ചെയ്യാൻ പാടില്ല എന്നുണ്ടാവും. ബിഫോർ ഫൈൻഡിങ് ആൻസർ എങ്ങനെ ഉണ്ടാവും? ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ ഡാറ്റയെ എന്തായിട്ട് എഴുതിയേ പറ്റുമോ. അത് ക്വാർട്ടൈൽസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉള്ളതാണ്. തന്നിരിക്കുന്ന ഡാറ്റനെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആൻസർ കംപ്ലീറ്റ് തെറ്റും അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന അസെൻഡിങ് ഓർഡറൊന്നുമല്ല. ഫസ്റ്റ് 394 കഴിഞ്ഞാൽ ലെസർ വാല്യൂ 384 അതാണ്. അങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ വാല്യൂ ആദ്യം 384, ദെൻ നെക്സ്റ്റ് ഏറ്റവും ചെറുത് 391, 497, 522. അപ്പോൾ കൂടി വരുന്ന ക്രമത്തിൽ ആദ്യം നമ്മൾ തന്ന ഡാറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യണം. അതിന് ശേഷം അല്ലേ നമ്മൾ ചെയ്ത പോലെ തന്നെ ഓരോന്നിൻ്റെയും പൊസിഷൻസ് കണ്ടുപിടിക്കുക. നമുക്കറിയാം ഒബ്സർവേഷൻസ് മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? Q1 ആണെങ്കിൽ n+1/4 വരും അല്ലേ. Q3 ആണെങ്കിൽ എന്ത് വരും? 3 × n+1/4 വരും. Q4 ആണെങ്കിൽ 4 × n+1/4 വരും. Q2 ആണെങ്കിൽ എന്ത് വരും? 2 × n+1/4 വരും. അപ്പോൾ നമ്മൾ ക്വാർട്ടൈൽസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ Q1ൻ്റെ പൊസിഷൻ ആദ്യം കണ്ടുപിടിക്കണം. n+1/4 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2.75 ആണ്. 2.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.75 എന്ന പൊസിഷനിൽ കിടക്കുന്നതാണ് നിങ്ങളുടെ Q1ൻ്റെ വാല്യൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Q1ൻ്റെ വാല്യൂ 2.75 എന്നല്ല, Q1ൻ്റെ വാല്യൂ 2.75 എന്ന പൊസിഷനിലാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. Q1 ഇങ്ങനെ കണ്ടുപിടിക്കാം. 2.75 എന്ന പൊസിഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി രണ്ടാമത്തെ പൊസിഷൻ കഴിഞ്ഞിട്ടാണ് 2.75 പൊസിഷൻ. അപ്പോൾ 2.75 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷൻ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പൊസിഷൻ ആദ്യം എടുക്കുക. 391 അല്ലേ രണ്ടാമത് വരുന്നത് 391 അല്ലേ. ആ 391 പ്ലസ് എന്ത് വരും? 0.75 ഇവിടുന്ന് കിട്ടി. ഇത് നോക്കിയാൽ അറിയാം 2 കഴിഞ്ഞിട്ട് അഡീഷണലായിട്ട് എത്ര ഫ്രാക്ഷൻ വരുന്നുണ്ട്. 2 കഴിഞ്ഞിട്ട് 0.75 ആണ് അഡീഷണലായിട്ട് വരുന്ന ഫ്രാക്ഷൻ അല്ലേ. 2.75 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ
0.75 കിട്ടും. അതവിടെ ഇൻറ്റു ചെയ്യണം. ഇൻറ്റു എന്ത് ചെയ്യണം? 2.5 എന്ന് കഴിഞ്ഞാൽ 2 എന്നുള്ള പൊസിഷൻ കഴിഞ്ഞിട്ടാണ് 3 എന്നുള്ള പൊസിഷന് താഴെയാണ്. അപ്പോൾ 3 പൊസിഷനും സെക്കൻഡ് പൊസിഷനിലും കിടക്കുന്ന വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസും അവിടെ എഴുതണം. അതായത് തേർഡ് പൊസിഷനിൽ 407 സെക്കൻഡ് പൊസിഷനിൽ 391 അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും ഇൻറ്റു ആ ഡിഫറൻസ് 0.75 ചെയ്തിട്ട് സെക്കൻഡ് പൊസിഷനിൽ വാല്യൂ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ Q1ൻ്റെ വാല്യൂ. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 403 എന്ന് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്താണ്. ഇനി Q3യുടെ കണ്ടുപിടിക്കണമെങ്കിൽ പൊസിഷനാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താണ്? 3n+1/4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അല്ല, ഇവിടെ n 10 ആണ്. n+1 ആകുമ്പോൾ 11 വരും. 8.25 എന്ന് കിട്ടും. 8.25 കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? 8th പൊസിഷനും 9th പൊസിഷനും ഇടയ്ക്ക് 8.25th പൊസിഷനിലാണ് നമ്മുടെ Q3 കിടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? 8th പൊസിഷൻ കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ 8th പൊസിഷനിലെ വാല്യൂ കറസ്പോണ്ടിങ് വാല്യൂ എടുത്തു, പ്ലസ് എക്സ്ട്രാ വരുന്ന ഫ്രാക്ഷൻ 0.25 എടുത്തു. 8 കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ 9th-ഉം 8.25 മുമ്പുള്ള പൊസിഷൻ 8th ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, നമ്മൾ ഈ ഡാറ്റാസിൽ എണ്ണി നോക്കിയാൽ മതി. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്, 8th, 9th അല്ലേ, അങ്ങനെ എഴുതി അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? ആൻസർ എന്ത് കിട്ടും? 955.25 എന്ന് കിട്ടും. ഇനി നമ്മുടെ Q1ഉം Q3 കണ്ടുപിടിച്ച ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? Q3 - Q1/2 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 276.125 എന്ന് കിട്ടും. വളരെ ഈസിയാണ്. ഇപ്പോൾ ഒബ്സർവേഷൻസ് മാത്രം തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലം ഒബ്വിയസ്ലി എന്തായിരിക്കും? ഫ്രീക്വൻസി കൂടി തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരിക്കും. ഫ്രീക്വൻസിയും കൂടി തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരിക്കും അല്ലേ. ഇതിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക? ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. വേജസ് എഴുതുന്നു, നമ്പർ ഓഫ് വീക്സ് എഴുതുന്നു അല്ല, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്, ഇൻ കേസ് തരാൻ സാധ്യതയില്ല, പക്ഷേ ഈ വേജസ് അസെൻഡിങ് ഓർഡറിലല്ല തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ മസ്റ്റായിട്ടും അസെൻഡിങ് ഓർഡറിൽ ഇവിടെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഓർഡർ ആക്കിയിട്ട് എഴുതണം. യൂഷ്വലി അങ്ങനെ തരാറില്ല, ഓർഡറിൽ തന്നെയാണ്. ഫ്രീക്വൻസിയും ക്ലാസ്സൊക്കെ തരുമ്പോൾ അങ്ങനെ ഓർഡറിലേ തരുള്ളൂ. തന്നിട്ടില്ലെങ്കിൽ നമ്മളത് ടേബിളിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയുടെ ഓർഡർ മാറും. അത് ശ്രദ്ധിക്കണം. ഇനി അല്ല, വേജസ് ആൻഡ് അസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഡയറക്റ്റ് ചെയ്തു പോകാമെന്ന് മാത്രം. നേരത്തെ ചെയ്ത പോലെ തന്നെ കൂടുതലൊന്നും പറയാനില്ല. Q1ൻ്റെ പൊസിഷൻ ഫ്രീക്വൻസി കൂടി തന്നു കഴിഞ്ഞാൽ എന്താ വരിക? n+1/4 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ 52 ആണ്. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണല്ല, സമ്മേഷൻ F ആണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 52 + 1/4 എന്ന് വരും 13.25 എന്ന് വരും. 13.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13th പൊസിഷനും 14th പൊസിഷനും ഇടയ്ക്കാണ്. ഇവിടെ പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നേരത്തെ പോലെ എണ്ണിയിട്ടല്ല എടുക്കേണ്ടത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ആ പൊസിഷൻ എവിടെ കിടക്കുന്നു എന്ന് നോക്കാം. 13.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ കിടക്കുന്നത് എവിടെയാണ്? കിടക്കുന്നത് 34-നും 13-നും ഇടയ്ക്കാണ് അല്ലേ. 34-നും 13-നും ഇടയ്ക്കാണ്. 13.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 കഴിഞ്ഞതിന് ഇഷ്ട വാല്യൂണ്. അപ്പോൾ 13-ന് കറസ്പോണ്ടിങ് ആയാൽ 45 അവിടെ എഴുതുന്നു. പ്ലസ് 13-നും 14-നും ഇടയ്ക്കുള്ള പൊസിഷൻസ് ഏതൊക്കെയാണ്? അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. 13.5 കഴിഞ്ഞുള്ളത് 34, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 60-ന്ന് 13-ന് കറസ്പോണ്ടിങ് ആയ 45 മൈനസ് ചെയ്യുന്നു. ഇൻറ്റു അഡീഷണൽ എന്താണ് ഫ്രാക്ഷൻ വന്നിരിക്കുന്നതെന്ന് നോക്കുക. അഡീഷണൽ ഫ്രാക്ഷൻ എന്താണ്? 0.25 ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 48.55 കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫ്രാക്ഷൻ വന്നുകൊണ്ട് എത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ പൊസിഷൻ ഓഫ് Q1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 13 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. 13 എന്ന് കിട്ടിയാൽ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് 13-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 45 ആയിരിക്കും നമ്മുടെ Q1 അല്ലേ. ഇവിടെ എല്ലാം ഫ്രാക്ഷൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുന്നത്. ഫ്രാക്ഷൻ അല്ലാതെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഒരു നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ അത് തന്നെ കറസ്പോണ്ടിങ് Q1 Q3 ആയിട്ടൊക്കെ എടുക്കാവുന്നതാണ് അല്ലേ. അതുപോലെ Q3 കണ്ടുപിടിക്കാം അല്ലേ. Q3 എന്താണ്? 60 + 75 - 60 × 0.75 എന്ന് കിട്ടും. 71.25 എന്ന് കിട്ടും അല്ലേ. പൊസിഷൻ 39.75 കിട്ടുന്നത്. 39.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44-ലും 34-ൻ്റെ ഇടയ്ക്കാണ് അല്ലേ. രണ്ടും തമ്മിൽ
മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. പ്രോബ്ലംസ് ചെയ്തിട്ട് നമുക്കത് പ്രാക്ടീസ് ആവണം. കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസിൽ തന്നിരിക്കുന്ന ഡാറ്റ ഏത് ടൈപ്പാണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ അറിയാം. Q3 - Q1/2 ആണ്. കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? കോഎഫിഷ്യൻ്റ് Q3 - Q1 ആണ് മുകളിൽ. താഴെ 2ന് പകരം എന്തായിട്ട് മാറും? Q3 + 1 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? മുകളിൽ 22.5 താഴെ 120 71 48 120 കിട്ടും. അത് അല്ലേ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.1875 എന്ന് കിട്ടും അല്ലേ. നമുക്ക് എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ചെയ്യാൻ മനസ്സിലായി. ഇനി ക്ലാസ് തമ്മിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്ലാസ് ടൈപ്പ് തരും 0 to 10, 10 to 20 ആ രീതിയിലാണെങ്കിൽ നമുക്കറിയാം എന്താണ് Q1 Q2 Q3 കണ്ടുപിടിക്കാൻ അറിയാം. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ബോധേടാവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ക്വാർട്ടൈൽ സെക്ഷനിൽ എല്ലാ പ്രോബ്ലംസും ചെയ്തു. ക്ലാസ് ആണെന്നെങ്കിലും Q1 Q3 കണ്ടുപിടിക്കാൻ അറിയാം. പിന്നെ ഈ ക്വാർട്ടൈൽ ഡീവിയേഷനിൽ എന്ത് മാത്രമേ വേണ്ടൂ? Q3 - Q1/2 ചെയ്യേ വേണ്ടൂ. Q1 Q2 Q3 കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെയാണ്. ഇനി ഇതേ കാര്യത്തിൽ നമുക്ക് എന്തും വരാം, മെറിറ്റ്സും ക്വാർട്ടൈൽ ഡീവിയേഷനും ഉണ്ട്, മെറിറ്റ്സും ഡിമെറിറ്റ്സും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് റിജിഡ്ലി ഡിഫൈൻഡ്. റിജിഡ്ലി ഡിഫൈൻ പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ഫോർമുല ഉണ്ട് എന്നർത്ഥം. കൃത്യമായിട്ട് നമുക്കൊരു ഫോർമുല തന്നിട്ടുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ ടു കാൽക്കുലേറ്റ്. നമുക്കിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇക്വേഷൻ വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ, പ്രോബ്ലം ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് നോട്ട് അൺഡ്യൂലി എഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റംസ്. അതിൻ്റെ ഒരു മെറിറ്റാണ് അല്ലേ. ആ പ്രോബ്ലത്തിൽ എക്സ്ട്രീം ഐറ്റംസിനെയൊന്നും അതങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല. തന്നിരിക്കുന്ന ഡാറ്റയിൽ ഒരു എക്സ്ട്രീം ഐറ്റം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ വാല്യൂവിനെ അത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നു ഇല്ല എന്ന്. പിന്നെ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് അല്ലേ. ഓപ്പൺ എൻഡ് ഡിസ്ട്രിബ്യൂഷൻസിന് എന്ത് ചെയ്യാം? ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിമെറിറ്റ്സ് വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ് അല്ലേ. പൊതുവെ പറയുന്ന അതേപോലെ തന്നെ നമുക്കറിയാം Q3 Q1 മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വാല്യൂ കാണുന്നത്. അപ്പോൾ എല്ലാ ഒബ്സർവേഷൻസും ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല അല്ല എന്നുള്ളൊരു ഡിമെറിറ്റാണ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് ക്യാപ്പബിൾ ഓഫ് ഫർദർ ഓൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്. അതായത് കൂടുതലൊന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വാല്യൂ കൃത്യമായിട്ട് കിട്ടാനൊന്നും ഇതില്ല. എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇനി ഇറ്റ് ഈസ് മച്ച് എഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിങ്ങിൻ്റെ ഇതിനനുസരിച്ച് ആൻസർ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാമ്പിളിങ്ങിനനുസരിച്ച് വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതൊരു ഡിമെറിറ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് വരുന്നത്.